2024 മോഡൽ i20 സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്ന പുതിയൊരു അപ്ഡേറ്റഡ് വേർഷന് ഉണ്ടായി ഇറക്കിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ഉള്ള സ്പോർട്സ് വേരിയൻറ്റിനെ പോലെ തന്നെ സെയിം തന്നെയാണ് ഹെഡ്ലൈറ്റ് വരുന്നതും, അതുപോലെ തന്നെ അതിൻ്റെ DRL ലാമ്പ് വരുന്നത് സ്പോർട്സ് ഓപ്ഷൻ സെയിം ആണ്. ഫ്രണ്ടിൽ ആ ഗ്രില്ലിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല. സിഗ്നേച്ചർ ഗ്രില്ല് കാര്യങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. അതിനകത്തുള്ള പുതിയ അപ്ഡേഷനിൽ കഴിഞ്ഞ വർഷം 2020 അവസാനം വന്ന അതേ അലോയ് വീലിൻ്റെ അപ്ഡേഷനും അതേ സെയിം അലോയ് വീൽ തന്നെയാണ് വരുന്നത്. ഇത് സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു വേരിയൻ്റ് ആണ്. നമുക്ക് സ്പോർട്സിനേക്കാളുള്ള ഡിഫറൻസ് എന്താണെന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് i20യുടെ അതുപോലെ സ്പോർട്സ് വേരിയൻറ്റിൻ്റെ സൈനും എല്ലാം കാണിക്കുന്നുണ്ട്. ഷാർപ്പിൻ ആൻറ്റിനയാണ് വരുന്നത്. ഇത് വന്നിരിക്കുന്ന മേജറായിട്ടുള്ള 2 വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്. അപ്പം ഏറ്റവും ഫുൾ ഓപ്ഷൻ മാത്രമാണ് സാധാരണ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നത്. ഇതിലേക്ക് സ്പോർട്സ് വേരിയൻറ്റിലേക്ക് നമുക്ക് സ്പോർട്സ് ഓപ്ഷൻ വേരിയൻറ്റിലേക്ക് നമുക്ക് സൺറൂഫ് അഡീഷണലായിട്ട് ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ ചാർജിങ്ങും വന്നിട്ടുണ്ട്. ഈ 2 വ്യത്യാസമാണ് മേജറായിട്ട് വന്നിരിക്കുന്നത്. അതുപോലെ ട്രാക്ഷൻ കൺട്രോള് നമുക്കിപ്പോൾ സ്പോർട്സിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ഓപ്ഷൻസായ 4 ഡോർ പവർ വിൻഡോസ്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റ് ചെയ്യുന്ന മിറർ, ഫോൾഡ് ചെയ്യുന്ന മിറർ, അതുപോലെ ട്രാക്ഷൻ കൺട്രോള്, ISGയുടെ ഫങ്ഷൻസ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് ഓഡിയോ കൺട്രോൾസ് വരുന്നുണ്ട്, അതുപോലെ ഫുൾ ടച്ച് സ്ക്രീന്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേയുള്ള ടച്ച് സ്ക്രീനാണ് വരുന്നത്. ആ ഫീച്ചേഴ്സ് എല്ലാം സെയിം വരുന്നുണ്ട്. പിന്നെ 6 എയർ ബാഗ് ഹുണ്ടായുടെ സ്റ്റാൻഡേർഡ് ഫീച്ചറാക്കി മാറ്റിയതിൻ്റെ ഭാഗമായിട്ട് അതിന് 6 എയർ ബാഗും ഫുള്ളായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് i20 സ്പോർട്സ് ഓപ്ഷൻ എന്ന് പറയുന്നതിൻ്റെ അപ്ഡേഷൻ. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇതിലേക്ക് ഞാൻ ഇട്ടേക്കാം.